Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് സോളോ ലെവലിംഗ് എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ സമയങ്ങളായിട്ട് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന് തുടക്കത്തിൽ ഒരു ദ്വീപാണ് കാണിക്കുന്നത്. അവിടെ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ ദ്വീപിനെ തന്നെ നിരീക്ഷിച്ച് തൊട്ടടുത്ത് നേവി ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. നമുക്ക് അവരെ സഹായിക്കണം എന്നൊരു ഓഫീസർ പറയുന്നു. നമ്മുടെ കയ്യിലുള്ള വെപ്പൺസ് ഉപയോഗിച്ച് അതിറ്റങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. സോ അതെല്ലാം ഹണ്ടേഴ്സ് നോക്കിക്കോളൂ. പിന്നീട് നമ്മൾ അതേ ഹണ്ടേഴ്സിനെയാണ് കാണുന്നത്. അവരെ അറ്റാക്ക് ചെയ്യാൻ അവരെക്കാൾ 2 ഇരട്ടി വലുപ്പമുള്ള ഉറുമ്പുകൾ വരുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവരെ ഇല്ലാതാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ മുൻനിരയിലുള്ള നമ്മളെ ഇവർ ഇല്ലാതാക്കും എന്നൊരു ഹണ്ടർ പറയുന്നു. ഇതേ സമയം മറ്റു 3 ഹണ്ടേഴ്സ് അവരുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ ഉറുമ്പുകളെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അതിൽ നിന്നും അവർക്കൊരു പോറൽ പോലും സംഭവിക്കുന്നില്ല. അങ്ങനെ ആ ഫൈറ്റിൽ ഹണ്ടേഴ്സിനെ ഉറുമ്പുകൾ നല്ല രീതിക്ക് പരിക്കേൽപ്പിക്കുന്നു. ഒരു ഹണ്ടറിനെ പിച്ചി ചീന്തി അവനെ ഇപ്പൊ കൊല്ലൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എസ് റാങ്കിൽപ്പെട്ട ഒരു ഹണ്ടർ അങ്ങോട്ട് വരുന്നു. ആ ഉറുമ്പിനെ അടിച്ചിട്ടതിന് ശേഷം അവന്റെ ഹീലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ഇവന്റെ ശരീരം മുഴുവനായിട്ട് ഹീൽ ചെയ്ത് കൊടുക്കുന്നു. ഇതേ സമയം പുറകിലൂടെ ആ ഹീലറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ് കുറച്ച് ഉറുമ്പുകൾ. പെട്ടെന്ന് തന്നെ വേറെ 2 എസ് റാങ്ക് ഹണ്ടേഴ്സ് വന്ന് അവനെ രക്ഷിക്കുവാണ്. എനിക്കറിയാമായിരുന്നു എന്നെ സഹായിക്കാൻ നിങ്ങൾ വരുമെന്ന്. എന്നാ ഹീലർ അവരോട് 2 പേരോടും പറയുന്നു, എന്നെ രക്ഷിച്ചതിന് ഒരുപാടധികം നന്ദിയുണ്ട് എന്ന് താഴെ കിടക്കുന്ന ഹണ്ടർ പറയുവാണ്. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പേരെ സഹായിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാ ഹീലർ പറയുന്ന സമയത്താണ് ഒരു വലിയ വെള്ള കളറുള്ള ഒരു ഉറുമ്പ് അങ്ങോട്ട് വരുന്നത്. സോ അതിനെ കണ്ട് ആ 2 എസ്ട്രാങ് ഹണ്ടേഴ്സും 2 പേരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് അതിന്റെ മുൻപിലുണ്ടായിരുന്ന ആന്റിനെ പോലെയുള്ള ഒരു സാധനം അങ്ങ് ഒടിച്ചെടുക്കുന്നു. അതിലെ ഒന്ന് ആ ഉറുമ്പിനെ നേരെ തന്നെ എറിയുവാണ്. അതിനെ അങ്ങ് കൊന്നു കളയുന്നു. സോ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന സമയത്താണ് ആ കാടിനകത്തുനിന്നും ഒരുപാട് വെള്ള കളറുള്ള ഉറുമ്പുകൾ വരുന്നത്. അത് ശരി, വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ തലേ കയറുവാണോ എന്ന് പറഞ്ഞ 2 ഹണ്ടേഴ്സും അവരെ അങ്ങ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇതേ സമയം ആ ദ്വീപിനകത്തെ ഒരു സിറ്റിയെ മുഴുവനായിട്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഉറുമ്പുകൾ. ഓ, ഞാൻ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരുമെന്ന് തോന്നുന്നു എന്ന് ഹണ്ടേഴ്സിന്റെ ഒക്കെ കമാൻഡർ ആയിട്ടുള്ള ഒരു ഹണ്ടർ പറയുന്നു. ഹേയ് കമാൻഡർ, ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹണ്ടേഴ്സ് വിളിച്ചു പറയുവാണ്. ശരി, തുടങ്ങാം. തന്റെ ഫയറിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ചെറിയ ഉറുമ്പുകളെ മുഴുവനായിട്ടും അങ്ങ് കത്തിച്ച് കളയാണ് ആ കമാൻഡർ. ശരി, യുദ്ധം ആരംഭിക്ക് എന്ന് കമാൻഡർ വിളിച്ചു പറയുന്നു. എല്ലാ ഹണ്ടേഴ്സും വെള്ള കളറുള്ള ഉറുമ്പുകൾക്ക് നേരെ പോകുന്നു. സോ ഇതെല്ലാം ആരംഭിക്കുന്നത് 10 വർഷങ്ങൾക്ക് മുൻപാണ്. പെട്ടെന്നൊരു ദിവസം അന്തരീക്ഷത്തിൽ ഓരോരോ പോർട്ടൽ ഓപ്പൺ ആവാൻ തുടങ്ങി. അതിനകത്തു നിന്നും മാന്ത്രിക ശക്തികളുള്ള വിചിത്രമായിട്ടുള്ള മൃഗങ്ങൾ പുറത്തു വരാൻ ആരംഭിച്ചു. സാധാരണ വെപ്പൺ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ചില ആളുകൾക്ക് അവരെ തോൽപ്പിക്കാനുള്ള പവേഴ്സ് കിട്ടി. അങ്ങനെയുള്ളവരെ ഹണ്ടേഴ്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ ഹണ്ടേഴ്സിൽ തന്നെ അവരുടെ ഉള്ളിലുള്ള പവേഴ്സിനെ വെച്ച് SABCDE എന്നിങ്ങനെ റാങ്കിങ് സിസ്റ്റം കൊടുത്തു. സോ ഹണ്ടേഴ്സ് തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ളത് എസ് റാങ്ക് ഹണ്ടേഴ്സ് ആണ്. എന്തായാലും ഈ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് വ്യക്തിപരമായിട്ട് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. കാലക്രമേണ ഉയർന്ന റാങ്കിലോട്ട് പ്രൊമോട്ട് ആവും. സോ 3 വർഷങ്ങൾക്ക് ശേഷം പ്രസന്റ് ഡേ ഇവര് താമസിക്കുന്ന ഒരു സിറ്റിക്കകത്ത് ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനകത്ത് നിന്നും ജീവികൾ പുറത്തോട്ട് വരുന്നതിന് മുൻപ് ഹണ്ടേഴ്സ് അതിനകത്ത് കയറി അവരെ ഇല്ലാതാക്കണം. സോ അതിനുവേണ്ടി ഒരുപാട് ഹണ്ടേഴ്സ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിലൊരാളാണ് കിം. പുള്ളി അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർക്ക് അങ്ങോട്ട് വരുന്നു. ഹേയ് കിം, എന്തൊക്കെയുണ്ട്, എത്ര നാളായി കണ്ടിട്ട് എന്ന് പാർക്ക് അവനോട് ചോദിക്കുന്നു. ഹേയ് പാർക്ക്, നീയോ? നീ എന്താ ഇവിടെ? നീ വേട്ടയാടുന്നതൊക്കെ അവസാനിപ്പിച്ചു എന്നാണല്ലോ ഞാൻ വിചാരിച്ചേ. ശരിയാ, ഞാൻ 2ാമതും അച്ഛനാവാൻ പോവാ. ചെലവൊക്കെ ഇനിയും വർദ്ധിക്കുമല്ലോ, അതുകൊണ്ട് വന്നതാ. കുറെ നാളായില്ലേ ഹണ്ടിങ് ഒക്കെ ചെയ്തിട്ട്. എന്റെ ഉള്ളിൽ ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്. പഴയതുപോലെ പെർഫോം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോന്ന് അറിയില്ല എന്ന് പാർക്ക് അവനോട് പറയുന്നു. അപ്പോഴാണ് അങ്ങോട്ട് സങ് എന്ന് പറയുന്ന ഒരു പയ്യൻ വരുന്നത്. എല്ലാവരും അവനെ കണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ഹേയ് സങ്, ഇതുപോലൊരു മിഷന് നീ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെ അതെ, നിങ്ങളുടെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട് എന്ന് സങ്ങും പറയുന്നു. ഹേയ് സങ്, നീ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്ന് കിം അവനോട് ചോദിക്കുന്നു. അതെ, വയറ് നിറച്ച് കഴിച്ചിട്ടാ വന്നേ എന്ന് പറഞ്ഞ സങ് വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്നു. ആരടാ അവൻ? അത്രയും വലിയ ആളാണോ? കാണുന്നവരൊക്കെ അവൻ ഇത്ര ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, നീ ഇത് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മതിയാക്കി പോയ സമയത്താണ് ഇവൻ ഇതിൽ ജോയിൻ ചെയ്തത്. പേരിന് മാത്രം ഒരു ഹണ്ടർ എന്ന് പറഞ്ഞു നടക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണ് അവൻ. ഈ റാങ്കിലുള്ള ഒരു ചെറിയ പയ്യനാണ് അവന് പരുക്ക് പറ്റിയപ്പോ അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. അതിനുശേഷമാണ് ശക്തിയില്ലാത്ത ഹണ്ടർ എന്ന് എല്ലാവരും അവനെ വിളിക്കാൻ വേണ്ടി തുടങ്ങിയത്. സോ ഇവനെ പോലെ ഒരുത്തനെ ഈ മിഷന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവാൻ പോകുന്ന മിഷൻ എത്ര സിമ്പിൾ ആണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് കിം അവനോട് പറയുന്നു. അത് ശരി, അപ്പൊ അവനൊരു പേടിത്തൊണ്ടനാണല്ലേ എന്ന് പാർക്ക് ചോദിക്കുന്നു. പതിയെ സംസാരിക്ക്, അവൻ കേട്ട എന്ത് വിചാരിക്കും എന്ന് കിം പാർക്കിനോട് പറയുന്നു. ഇതെല്ലാം തന്നെ സങ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും തന്നെ പറയാൻ പോകുന്നില്ല. കാരണം അവർ പറയുന്നതും ശരിയാണ്.
പെട്ടെന്നാണ് നിനക്ക് വീണ്ടും അടി കിട്ടിയോ എന്ന് ചോദിച്ചൊരു പെൺകുട്ടി അവന്റെ അടുത്തോട്ട് വരുന്നതാ. അവളുടെ പേര് ജോയി. ഏയ് ജോയി, നമ്മൾ വീണ്ടും ഒരുമിച്ചാണ് ജോലി ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഓ അതൊന്നുമില്ല, എപ്പോഴും നടക്കുന്നത് തന്നെയല്ലേ എന്ന് സംഘം അവളോട് പറയുന്നു. നീ ഇനി എപ്പോഴാ നിന്റെ കാര്യത്തിലൊന്ന് കെയർ ചെയ്യാൻ പഠിക്കുന്നത്? ശരി, നീ ഹോസ്പിറ്റലായിരുന്നു എന്നാണല്ലോ കേട്ടെ. അതെ, ഒരു ഇ റാങ്ക് ഡഞ്ചൻ ആയിരുന്നു അത്, അതുകൊണ്ടാ പരിക്ക് പറ്റിയേ. ഓ, നിങ്ങളുടെ കൂടെ ഹീലേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ജൂയി ചോദിക്കുന്നു. ഇല്ല, അപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഹൈ റാങ്ക് ഹണ്ടേഴ്സ് ആയിരുന്നു. ഒരു ഹീലറെ കൂടെ കൊണ്ടുപോവാന്ന് അവർ ചിന്തിക്കുന്ന പോലുമില്ല. ഓ, എന്ത് കഷ്ടമാണിത്. അവരെ പറ്റി മാത്രമേ ചിന്തിക്കുള്ളോ? ഹേയ്, കുഴപ്പമില്ല, അത് വിട്ടേക്ക്. ശക്തിയില്ലാത്തവനായിട്ടിരിക്കുന്നത് എന്റെ കുഴപ്പമില്ലേ? നിനക്ക് എന്നെ പറ്റി എല്ലാം അറിയാലോ ജോയി, ഇതെല്ലാം എനിക്ക് ശീലമായി എന്ന് സംഘ് അവളോട് പറയുന്നു. ഇതേ സമയം തന്നെ ഡഞ്ചന്റെ അകത്തോട്ട് പോവാൻ എല്ലാവരും തയ്യാറായിരിക്കുന്നു. സോ അവിടെ എത്തിയിരിക്കുന്നവരിൽ ഏറ്റവും വലിയ റാങ്കിലിരിക്കുന്നത് സോങ് എന്ന് പറയുന്ന ഒരു ഹണ്ടറാണ്. പുള്ളിക്കാരനാണ് ഇപ്പൊ ഇവരുടെ ലീഡർ. സോങ് ഒരുപാടധികം റൈഡിൽ പങ്കെടുത്തിട്ടുണ്ട്. റൈഡ് എന്ന് പറയുന്നത് മിഷൻസിനെയാണ്. നിങ്ങളുടെ കൂടെ ചേർന്ന് ജോലി ചെയ്യാൻ പറ്റിയതിൽ ഒരുപാടധികം സന്തോഷമുണ്ട് എന്ന് സൺ പറയുന്നു. സോ അങ്ങനെ എല്ലാവരും ആ ഡഞ്ചന്റെ അകത്തോട്ട് പുറപ്പെടുന്നു. സങ്ങിന്റെ കയ്യിലുള്ളത് യാതൊരുവിധ മേജിക്കും ഇല്ലാത്ത ഒരു കത്തിയാണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും അവനെ കൊണ്ട് അത് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് അവനും അതിന്റെ അകത്തോട്ട് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹണ്ടേഴ്സിന്റെ ഒക്കെ ചീഫിനെയാണ്. ഇവർ ചെയ്യുന്നത് ഓരോ ഹണ്ടേഴ്സിനെയും ഒരുമിപ്പിച്ച് ഒരു ഗ്രൂപ്പാക്കി എവിടെയൊക്കെ പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ടോ അങ്ങോട്ടൊക്കെ ഹണ്ടേഴ്സിനെ പറഞ്ഞുവിടും. സോ ഡഞ്ചന്റെ അകത്തുള്ള വിചിത്രമായിട്ടുള്ള ജീവികളെയൊക്കെ കൊന്ന് അവരുടെ ഉള്ളിൽ നിന്നും കിട്ടുന്ന ഒരു തരം സ്റ്റോൺ, എസൻസ് സ്റ്റോൺസ്, അത് വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതിനോടകം ഡഞ്ചനകത്തോട്ട് കയറിയ സംഘ് ഒരു എസൻസ് സ്റ്റോൺ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. യെസ്, ഞാനും സാധിച്ചു, ഞാനും ഒന്ന് കൈക്കലാക്കി എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് മറ്റൊരു ജീവി അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. സോ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി അങ്ങ് പൊട്ടിപ്പോകുന്നു. ഇതേ സമയം ജിന്നുവിനെ അതിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സോഡ് ഉപയോഗിച്ച് ആ ജീവി അങ്ങ് കുത്തുന്നു. പെട്ടെന്ന് തന്നെ പാർക്ക് അങ്ങോട്ട് വന്ന് അതിനെ അങ്ങ് കൊല്ലുന്നു. ഇങ്ങനത്തെ ജീവികളെ മാജിക് ബീസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ജോയി, സംഘിനെ നീ നോക്കിക്കോ, അടുത്തതിനെ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പാർക്ക് അവിടെ നിന്നും പോകുന്നു. സോ ബേസിക്കലി ജൂയി ഒരു ഹീലറാണ്. അവളുടെ പവർ യൂസ് ചെയ്ത് സംഘിനെ ഹീൽ ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ കൂടെ വന്ന എല്ലാ ഹണ്ടേഴ്സും മാജിക് ബീസ്റ്റുകളെ മുഴുവനായിട്ടും കൊന്നു കളയുന്നു. ഇതുപോലെയുള്ള എസൻസ് സ്റ്റോൺസ് വളരെ പവർഫുൾ ആയിട്ടുള്ള ബീസ്റ്റുകളുടെ അടുത്ത് മാത്രമേ കാണൂ. ഇത് ഉപയോഗിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ ആണ് മണ ക്രിസ്റ്റൽസ്. ഇത് വളരെ ആഴങ്ങളിൽ നിന്നും മാത്രമേ കിട്ടൂ. സോ വളരെയധികം റയർ ആണ്. സോ ഇതുപോലെയുള്ള ക്രിസ്റ്റൽസ് എല്ലാം വളരെയധികം പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഹണ്ടേഴ്സിനെ കൊണ്ട് മാത്രമേ ഇത് ശേഖരിക്കാൻ സാധിക്കൂ. സോ ഹണ്ടേഴ്സ് ഒരുപാട് റിസ്കുകൾ നേരിടേണ്ടി വരും. ജിൻഹോ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. നീ ഒരു വാശിപ്പുറത്താണോ ഒരു ഹണ്ടർ ആവണോ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നത് എന്ന് ജൂവി അവനോട് ചോദിക്കുന്നു. സോ അവന്റെ ശരീരത്ത് ഒരുപാട് ഭാഗത്ത് മുറിവായിട്ടുണ്ട്. എപ്പോഴും അതെല്ലാം ഹീൽ ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നോട് ക്ഷമിക്കുക എന്ന് സൺ പറയുന്നു. എന്നോട് സോറി ഒന്നും പറയണമെന്നില്ല, നീ സൂക്ഷിച്ച നിനക്ക് കൊള്ളാം എന്ന് ജൂവിയും പറയുന്നു. ഇതേ സമയം മറ്റ് ഹണ്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്ന മാജിക് ബീസ്റ്റിൽ നിന്നും സ്റ്റോൺസ് എല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനാസ് ക്രിസ്റ്റൽസ് അവർക്ക് അധികം കിട്ടിയില്ല. സോ കൂടുതൽ പണമൊന്നും അവർക്ക് കിട്ടില്ല. ഒരേ ഒരു ഇ റാങ്ക് ക്രിസ്റ്റൽ മാത്രമാണ് സംഘിന്റെ കയ്യിലുള്ളത്. അതുപയോഗിച്ച് അവനെ കൊണ്ടൊരു കത്തി പോലും മേടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ആ ഡഞ്ചന്റെ അകത്ത് വേറൊരു വലിയ ഗുഹ. ആ ഡഞ്ചനകത്തുള്ള മെയിൻ മാജിക് ബീസ്റ്റിനെ കൊന്നിട്ട് പോലും ഈ ഡഞ്ചൻ അപ്രത്യക്ഷമാവാത്തത് കണ്ട് ഇവിടെ വേറെ ഒരുപാട് മാജിക് ബീസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുവാണ് അവർ. സോ ഇനിയും ഒരുപാട് സ്റ്റോൺസ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഡഞ്ചന്റെ അകത്ത് മറ്റൊരു ഗുഹ അവർ കണ്ടിട്ടില്ല. സോ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഹണ്ടേഴ്സ് അസോസിയേഷനിൽ നിന്നും അവർക്ക് ഉത്തരവ് വരേണ്ടതുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഹണ്ടേഴ്സ് അതിന് സമ്മതിക്കുന്നില്ല. കാരണം ഹൈ റാങ്കിലുള്ള ഹണ്ടേഴ്സ് വന്ന് അവിടെയുള്ള ക്രിസ്റ്റൽസ് എല്ലാം എടുത്തുകൊണ്ട് പോയാൽ ഇവർക്ക് കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇതിൽ ഒരുപാടധികം റിസ്ക് ഉണ്ട് എന്ന് സോൺ പറയുന്നു. ശരി, നമുക്ക് ഭൂരിപക്ഷം പേർ എന്താ പറയുന്നതെന്ന് നോക്കാം. സോ ഇവരുടെ കൂടെയുള്ള 6 പേർ പോകണ്ട എന്നും ബാക്കി 6 പേർ പോകാമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരേ ഒരാൾ സൺ മാത്രമാണ്. അവൻ എന്താണോ പറയാൻ പോകുന്നത് അതായിരിക്കും ഇനി അവിടെ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഡി റാങ്ക് ഡഞ്ചൻ എന്നെ സംബന്ധിച്ച് വളരെയധികം ഡേഞ്ചറാണ്. പക്ഷേ എന്റെ അച്ഛനെ പറ്റി പുതിയൊരു വിവരവും എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ഫാമിലിയെ നോക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ എനിക്കാണ്. അമ്മയുടെ മരുന്നിന്റെ ചെലവും അനിയത്തിയെ പഠിപ്പിക്കേണ്ട ചെലവും ഇനിയെല്ലാം ഞാൻ വേണം നോക്കാൻ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞ് സംഘ് അകത്തോട്ട് പോവാമെന്ന് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹണ്ടേഴ്സിനെല്ലാം ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവരുടെ കഴിവെന്താണെന്ന് നോക്കി അവർക്കൊരു റാങ്ക് കൊടുത്ത് അവരെ ജോലിക്ക് വെക്കുന്നു. ഇപ്പോൾ ആ കമ്പനിയിലോട്ട് ഒരു ബി റാങ്കും ഒരു സി റാങ്കും ഹണ്ടർ വന്ന് അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. ഓ, കേൾക്കാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്.
പ്രായവും ജെൻഡറും ഒന്നും നമുക്കൊരു പ്രശ്നമല്ല, അവർ നമുക്ക് ഉപകാരപ്പെടുവില്ലയോ എന്ന് നോക്കിയിട്ട് ഓഫർ ലെറ്റർ കൊടുത്തേക്ക്. ചാഹവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ആരെയും കിട്ടാൻ പോകുന്നില്ല, അതറിയുന്ന കാര്യമല്ലേ എന്നാ കമാൻഡർ പറയുന്നു. ഇതേ സമയമാണ് റോഡിലൂടെ നടന്നു പോകുന്ന ഒരു ലേഡിയുടെ ബാഗ് 2 പേർ കൊള്ളയടിക്കുന്നത്. അതുമായി അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഒരു ലേഡി വന്നു നിൽക്കുന്നു. ഹേയ്, മാറി നിൽക്ക്, പറയുന്നത് കേൾക്കുന്നില്ലേ, മാറി നിൽക്ക് എന്നവർ വിളിച്ചു പറയുവാണ്. വളരെ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് ചാടി ആ ലേഡി ആ ബാഗ് അവരുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുന്നു. വളരെ സിമ്പിളായിട്ട് അവരെ 2 പേരെയും തള്ളി താഴെയിടുന്നു. സോ പുള്ളിക്കാരിയാണ് ചാഹെ ഇൻ, ഒരു എസ് റാങ്ക് ഹണ്ടർ. പിന്നീട് നമ്മൾ കാണുന്നത് സങ്ങിനെയും മറ്റ് ഹണ്ടേഴ്സിനെയും ആണ്. അവർ ആ ഗുഹക്കുള്ളിലൂടെ നടക്കാൻ തുടങ്ങിയിട്ട് 40 മിനിറ്റോളമായി. ഇതുവരെ അവരെ കൊണ്ട് ഒരു മാജിക് ബീസ്റ്റിനെ പോലും കാണാൻ സാധിച്ചില്ല. സോ ആ ഡഞ്ചനകത്തുള്ള മെയിൻ മാജിക് ബീസ്റ്റിനെ കൊന്നു കഴിഞ്ഞ് 1 മണിക്കൂർ ആവുന്നത് വരെ ആ ഡഞ്ചൻ മൂടിപ്പോവില്ല. സോ ഇനി ഇവർക്ക് 20 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. എന്നോട് ക്ഷമിക്കേ എന്ന് സങ് പറയുവാണ് ജോയിയോട്. എന്തിനാ ഇപ്പൊ സോറി ചോദിക്കുന്നേ? അല്ല, ഞാൻ കാരണമല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ടി വന്നതും ഇവിടെ സ്റ്റോൺസ് ഒക്കെ തിരയേണ്ടി വന്നതൊക്കെ. ഓ, എന്നെ പറ്റി ചിന്തിച്ച് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമില്ലാതെ പിന്നെ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. നിന്റെ കയ്യും കാലമൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ശരിയാക്കിയെന്ന് നിനക്കറിയോ? കുറച്ചുകൂടി അടി കിട്ടിയിരുന്നെങ്കിൽ നീ ചത്തുപോയനെ എന്ന് ജോയി പറയുവാണ്. ജോയിയെ പോലെയുള്ള ഒരു ബി റാങ്ക് ഹണ്ടർ കൂടെ ഉണ്ടായതുകൊണ്ട് പല പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ശരി, അത് വിട്. എന്നെ പുറത്തു കൊണ്ടുപോയി ഫുഡ് മേടിച്ചു തരേണ്ട ആഗ്രഹമൊന്നും നിനക്കില്ലേ എന്ന് ജോയി അവനോട് ചോദിക്കുന്നു. അത് പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പോഴാണ് ആ ഡഞ്ചന്റെ കിങ്ങിന്റെ കോട്ട അവർ കാണുന്നത്. അതിനകത്ത് പോയ കാര്യമായിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് മനസ്സിലാക്കി അവർ അതിനകത്തോട്ട് പോവാൻ ശ്രമിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പുതുതായിട്ട് ഹണ്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരോട് ഹണ്ടേഴ്സിന്റെ അസോസിയേഷൻ ചെയർമാനായിട്ടുള്ള ഗോ സംസാരിക്കുന്നതാണ്. ഒരു ഹണ്ടർ ആവുക എന്ന് പറയുന്നത് സാധാരണ വിഷയമല്ല. 10 വർഷം മുൻപാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. ഇനിയും ഇതിനെപ്പറ്റി ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. നല്ലൊരു ഹണ്ടർ ആവണമെങ്കിൽ അവരവരുടെ ജീവൻ തന്നെ പണയം വെക്കേണ്ടി വരും. സോ നിങ്ങൾക്ക് ജീവനോടെ ഇരിക്കണമെങ്കിൽ ഒരിക്കലും നിസ്സാരമായിട്ട് ഇതിനെ കാണരുത് എന്ന് പറയുവാണ് ചെയർമാൻ. ഇതേ സമയം തന്നെ തങ്ങളുടെ മുമ്പിലുള്ള ആ കോട്ടയ്ക്കകത്തോട്ട് കേറുവാണ് സങ്ങും മറ്റുള്ളവരും. അത് തുറന്ന ഉടനെ തന്നെ മുഴുവനായിട്ടും അവിടെ വെളിച്ചം വരുന്നു. ഇതുപോലൊരു സ്ഥലം അവർ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അവിടെ മുഴുവൻ വലിയ വലിയ പ്രതിമകൾ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നേ അറിയില്ല, പക്ഷെ ഇവരുടെ കയ്യിലൊക്കെ എന്തോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോഴാണ് അവിടെ ഒരു സിംഹാസനത്തിലിരിക്കുന്ന ഒരു വലിയ പ്രതിമയെ അവർ കാണുന്നത്. അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു മാജിക് ബീസ്റ്റിനെ പോലും കാണാനില്ല. പെട്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം അവർ കാണുന്നു. കാർട്ടണോം ടെമ്പിളിന്റെ കൽപ്പനകൾ. ആദ്യം ദൈവത്തെ ബഹുമാനിക്കുക, രണ്ടാമതായി ദൈവത്തെ സ്തുതിക്കുക, മൂന്നാമതായി നിങ്ങളുടെ വിശ്വാസം ദൈവത്തെ തെളിയിക്കുക എന്ന് മിസ്റ്റർ സോൺ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിനു ഇത് നോക്ക, ആ വലിയ പ്രതിമയില്ലേ, അതിന്റെ കണ്ണനങ്ങുന്നത് ഞാൻ കണ്ടു. അത് നമ്മളെ തന്നെ നോക്കി നിൽക്കുവാണ് എന്ന് ജോയി പറയുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല, അത് നിനക്ക് തോന്നുന്നതാവും എന്ന് ജിനും പറയുന്നു. പെട്ടെന്നതാ ആ കോട്ടയുടെ ഡോർ അടയുന്നു. എന്താ അവിടെ നടക്കുന്നേ എന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ അറിയുന്നത് കൊണ്ടാ ഞാൻ വരണ്ട എന്ന് പറഞ്ഞേ. ഇപ്പൊ എല്ലാവരും അനുഭവിക്കുക എന്ന് പറഞ്ഞ് ഒരു ഹണ്ടർ ആ ഡോറിനടുത്തോട്ട് പോകുന്നു. പെട്ടെന്നതാ ആ ഡോറിനടുത്തുണ്ടായിരുന്ന ഒരു പ്രതിമ അയാളെ 2 കഷ്ണമാക്കുന്നു. ഇതൊക്കെ കണ്ട് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുവാണ് മറ്റു ഹണ്ടേഴ്സ്. ആ കിടക്കുന്നത് ഒരു ഡി റാങ്ക് ഹണ്ടർ അല്ലേ എന്ന് ചിന്തിച്ചു നിൽക്കുവാണ് സങ്. ഈ പ്രതിമകളെല്ലാം അനങ്ങുന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും അർത്ഥം? ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം മരണത്തിന്റെ വക്കിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇ റാങ്ക് ഡഞ്ചനിൽ നിന്നും ജസ്റ്റ് മിസ്സിനാ ഞാൻ രക്ഷപ്പെട്ടെ. അതിനു മുൻപ് ഒരു ഡഞ്ചനിൽ ഒരുപാട് കാലം ഞാൻ പട്ടിണി കടന്നു. അപ്പോഴൊക്കെ എന്റെ ജീവന് വേണ്ടി ഞാൻ പോരാടിയിരുന്നു. ഒരുപാട് കഴിവുകളുള്ള ഹണ്ടേഴ്സ് ആ എസൻസ് സ്റ്റോൺ വിറ്റ് പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് വാങ്ങും. അതുപയോഗിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ബീസ്റ്റുകളെ ഇല്ലാതാക്കാൻ സാധിക്കും. എന്നാൽ എന്നെ കൊണ്ട് ഈ കത്തി മാത്രമേ വാങ്ങാൻ സാധിച്ചുള്ളൂ. ഞാൻ ചെയ്യുന്ന ഈ ജോലിയിൽ ജീവൻ പോവാൻ വരെ സാധ്യതയുണ്ട്. എന്നിട്ടും ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് പറയാൻ തോന്നിയതാ, എല്ലാവരും മാറി നിൽക്കുക. പെട്ടെന്ന് തന്നെ ആ പ്രതിമ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നിന്നും രക്ഷപ്പെട്ടവരെല്ലാം പേടിച്ചു വരച്ച് നിൽക്കുവാണ്. എനിക്ക് പേടിയാവുന്നു എന്ന് ജോയിയും പറയുന്നു. എന്തിവിടെ നടക്കുന്നേ? അതെങ്ങനെ ശരിയാവും? നമ്മളെല്ലാവരും ഇവിടെ പെട്ടുപോയി. നമ്മളെല്ലാവരും മരിക്കാൻ പോവാ. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കഥ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.